നമ്മളിപ്പോൾ കറക്റ്റ് ഫാസിയോയിലേക്ക് പോവാണ്. എന്തിനാണ് ചോദിച്ചെന്ന് പറഞ്ഞാൽ ചെറിയൊരു ബെറ്റിംഗ് ഉണ്ട് ഇവൻ പ്ലസ് അവൻ. കാരണം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഫാസിയോയിൽ അത് പറഞ്ഞു ഫാസിയോയിൽ സ്റ്റെയർ കേസ് നീ എവിടെയാണെന്ന് പറഞ്ഞേ ലെഫ്റ്റിലാണെന്ന് അവൻ പറഞ്ഞു റൈറ്റിലാണെന്ന്. ഇത് സംഭവം വന്നിട്ട് കുറേ ആയിട്ട് തുടങ്ങിയ ഇതാണ് പ്രശ്നമാണ്. എന്നിട്ട് ഇന്ന് തീർക്കാൻ പോകും. കാരണം വന്നിട്ട് വെറുതെ തീർക്കലല്ല, ലെഫ്റ്റ് സൈഡാണെങ്കിൽ ഗൗതം നമുക്ക് ഫുൾ മന്തി വാങ്ങിച്ചു തരും, റൈറ്റ് സൈഡാണെങ്കിൽ അർജുന് ഫുൾ മന്തി വാങ്ങിച്ചു തരും. എവിടെ നിന്നാണെന്നൊന്നുമില്ല. ഇയാൾ എന്തായാലും ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇയാളെ ചേർത്താണ് അല്ല നമസ്കാരം. അപ്പോൾ നേരെ ഫാസിയോയിലേക്ക് പോകണു, അവിടുത്തെ ആ തർക്കം തീർക്കുന്നു. അതായത് ഒന്നുമില്ല, ജസ്റ്റ് അവിടെ പോയി ചോദിക്കും. ആസ് എ കസ്റ്റമർ, നമ്മൾ ഇന്നലെ പറഞ്ഞ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്, അതും ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആസ് എ കസ്റ്റമർ എന്ന രീതിയിൽ അവിടെ പോയിട്ട് അവിടെ ബില്ലിംഗ് സെക്ഷനിലുള്ള ആളുടെ ചോദിക്കും, ലെഫ്റ്റ് സൈഡാണ് വെച്ചാൽ ഇതിൻ്റെ എന്താ പറയുക സ്റ്റെയർ കേസ് ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ, അല്ല സ്റ്റെയർ കേസ് എവിടെയാണ് ചോദിക്കും, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണെന്ന് അവർ പറയും. അതനുസരിച്ച് നമുക്ക് മന്തി കിട്ടും. എങ്ങനെ പോയാലും ഞങ്ങൾക്ക് മന്തി കിട്ടും. അതാണ് ഇപ്പോഴത്തെ ഹൈലൈറ്റ്. ഇപ്പോൾ ഇത് തീരുമാനിക്കും നമുക്ക് മന്തി കിട്ടുമോ ഇല്ലയോ എന്ന്. അതായത് ഇവന്മാരുടെ കയ്യിൽ നിന്ന് ആൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്. എന്തായാലും നമ്മൾ തോറ്റാലും ജയിച്ചാലും നമുക്ക് മന്തി ഉണ്ട്. നീ റൈറ്റ് അല്ലേ? റൈറ്റ് ലെഫ്റ്റ്? നീ ലെഫ്റ്റ്. ഓക്കെ നടക്ക് ഗായ്സ്. എന്താണെന്ന് എനിക്കറിയില്ല, നമ്മൾ എങ്ങനെയാലും നമുക്ക് മന്തി കിട്ടും ഗായ്സ്. അതാണ് ഇപ്പോഴത്തെ അതെ റൈറ്റ് ഏത് ലെഫ്റ്റ് വേറെ ലെഫ്റ്റ്. ഏതാണ് ഏതാണ് ഇവില്ല, അതിന്റെ കൂടെ ഇല്ല, ഒന്നുമില്ല ഒന്നുമില്ല. റൈറ്റ് റൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മന്തി. ഇവൻ ജയിച്ചു, അവൻ മന്തി വാങ്ങിച്ചു തരും. അല്ലെങ്കിൽ വ്ലോഗിലിട്ട് ഇതാക്കില്ല. ഞാൻ അപ്പോഴും പറഞ്ഞു എങ്ങനെയായാലും ചെക്കനെ നിരുത്സാഹപ്പെടുത്തുന്നത്. ഓക്കെ മന്തി വേണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ എന്ത് ചെയ്യാനൊന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ വയറ് നിറയ്ക്കുന്നത് ഞങ്ങൾ തന്നു. എനിക്കെന്ത് വിഷമം? നമ്മൾക്ക് വിഷമല്ല കൈ, എനിക്ക് വാദത്തില് ഗൗതം ജയിച്ചു, അർജുൻ തോറ്റു. പക്ഷെ അവന്റെ ചോദിച്ചു പറഞ്ഞാൽ ഇപ്പോഴും പറയുന്നത് ലെഫ്റ്റിൽ തന്നെയാണെന്നാണ്. ഓഡിയൻസ് പോൾ ഇടുകയല്ല. ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ. നമുക്ക് നിങ്ങൾക്ക് വിടാം, നിങ്ങൾ കമന്റ് ബോക്സിൽ പറയും. കമന്റ് ആരും അടിക്കില്ല എന്റെ വീഡിയോയിൽ, ആകെ 100 പേര് കാണുള്ളൂ. എന്നാലും പറയും. ഒരുത്തരം സങ്കടമായതുകൊണ്ട് അവൻ റൂട്ടൊക്കെ മാറിപ്പോയി. ഞങ്ങളിങ്ങനെ ചുറ്റി വന്നപ്പോൾ സ്ട്രെയിറ്റ് പോയി. എന്തൊക്കെയോ ആവുന്നുണ്ട്, സങ്കടമൊക്കെ ഉണ്ട് തോന്നണു. കുറേ കുഴപ്പമില്ല, നമ്മുടെ ചെക്കനല്ലേ, എന്തായാലും 18-ാം തീയതി പോണവനല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. വരുന്നതാണ് പറയുന്നത്. വരുന്നു അണ്ണൻ. എന്ത് വിഷമം? നമുക്ക് വിഷമമൊന്നുമില്ല. ചാർജർ ചെയ്തിട്ട് ഫോൺ എടുത്തിട്ട് എൻ്റെ ഒരു വാച്ച് കാണിച്ചു കൊടുക്കാം, സാംസങ്ങിൻ്റെ. കയ്യിലേത് ഫോൺ കാണിച്ചു കൊടുക്കുക. ഐക്യുവിന് സാംസങ് വാച്ച് S23 ഉള്ളവന് തരുന്നില്ല ഇന്നായി. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പണക്കാരൻ, ഏറ്റവും 2 ഷർട്ട് അതോ അമിഗോസിന്ന് നല്ല റേറ്റ് എടുത്തിട്ട് വന്നിരിക്കുക. ബ്രോ ണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം മന്തി വാങ്ങിച്ചു തരാന്നുള്ളത് കാര്യം മറന്നിരിക്കുക. കള്ളത്തരം കാട്ടിയിട്ട് എല്ലാവർക്കും എന്തും ചെയ്യാൻ പറ്റും. ലേറ്റില്ലൂടെ കള്ളത്തരം കാട്ടിയിട്ടാണ് നമ്മാര് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ കാര്യം ഒരിക്കലില്ല. അവിടുന്ന് നോക്കുമ്പോൾ ഇതിൽ നന്നായിട്ടില്ലേ? അതെന്താ അങ്ങനെ അൾട്രാ വൈഡ് ആയതുകൊണ്ടാണ്. അവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നന്നായിട്ടില്ല. ഫോട്ടോ അല്ല, വീഡിയോ
കവർ ഗ്ലാസ് വാങ്ങിച്ചു. ആ അതെ പ്രശ്നമൊന്നുമില്ല, സീനൊന്നുമില്ല, കണ്ണ് ആ. കാണുന്നില്ല. ഈ ചെക്ക ശരിയല്ല. ഇപ്പോൾ നമ്മൾ കോട്ടയിൽ നിന്ന് കുറേ ഫോട്ടോ എടുത്തു ഇല്ലടാ, കുറേ ഫോട്ടോ. പക്ഷെ ഇവൻ ഫോട്ടോ എടുക്കുന്നതിലല്ല അവൻ്റെ ശ്രദ്ധ. നെജി നീയാണ് ആശാന്ട്ടാ, ഞാനല്ല. കുറേ എണ്ണം ഉണ്ട്. ഇതെന്താടാ ഇത് ഇത്രേ? ആമീൻ മീനും. അപ്പോൾ കുറേ പിക്സ് ഒക്കെ എടുത്തതിന് ശേഷം ഇതാ ഇവിടെ സൈഡായിട്ടുണ്ട്. നമ്മുടെ വ്ളോഗർ. ഇതാണ് നമ്മളുടെ ദാസപ്പൻ. 2 വ്ളോഗർ തമ്മിൽ കൂട്ടുകൂട്ടിയിരിക്കുന്നു ഗൈസ്. ഫോട്ടോ എടുത്ത് അതിന് മുകളിലെത്തി. എന്നെ സെക്യൂരിറ്റി പിടിച്ച് ചിലപ്പോൾ താഴെ പുറത്താക്കും. എന്നാലും ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. നമുക്ക് പോയിട്ടാ ഷൂട്ട് കഴിഞ്ഞു ഗൈസ്. സൂപ്പർ ഗൈസ്. വാടാ പോവാ. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇപ്പം എൻ്റെ കൂടെ ദാസപ്പനുണ്ട്. കോട്ട കഴിഞ്ഞു. കോട്ടനെ 4 ആക്കി ഗൈസ്. 4 പേരേ ഉള്ളൂ. പക്ഷെ 1 2 3 4 ഓരോരുത്തർക്കും ഓരോ പീസ്. 4 ആക്കിയതിൻ്റെ പീസ്. ഓക്കെ സോറി ഗൈസ്, തെറ്റിദ്ധരിച്ചിട്ടേക്കണേ.